കപ്പ കിട്ടുന്ന ടൈമിൽ ട്രൈ ചെയ്ത് നോക്കണമെന്ന് കരുതി മാറ്റി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ പാൽക്കപ്പ. അപ്പോൾ ഇന്ന് കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പാൽക്കപ്പ തന്നെ ആയിക്കോട്ടെ അല്ലേ. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കാന്താരിമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ചതച്ച് മാറ്റി വെക്കാം. ഉപ്പിട്ട് വേവിച്ച് വെച്ച കപ്പയിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂളാന്നാട്ടോ പറയല്. അപ്പോൾ ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ച പൂളയിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുത്ത് വരുമ്പോൾ ഇതൊന്നും കൂടി തിക്കായിട്ട് കിട്ടും കേട്ടോ. ഇനി മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകോ അല്ലെങ്കിൽ ചതച്ച മുളകോ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടോ. ആ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തോട്ട് തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, എൻ്റെ മോനെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കപ്പ കിട്ടുന്ന ടൈമിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ചൂടോടെ തന്നെ വായിലേക്ക് വിളമ്പിയിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ബീഫും കുറച്ച് അച്ചാറും കൂട്ടിയിട്ടാണ് ഞാനിത് സെർവ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ ഒരു ചമ്മന്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ ഉള്ളിയൊക്കെ ചതച്ച് ചേർത്തുകൊണ്ട് തന്നെ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് കൂടി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കോ. ഓക്കെ, ബൈ.